ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഇട്ടു. അപ്പം ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയൊക്കെയായിട്ട് തിയേറ്ററിലോട്ടെത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമകളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ആഴ്ച തിയേറ്ററിലോട്ടെത്തിയ ഒന്നാമത്തെ ചിത്രമായിരുന്നു ഹോളിവുഡിൽ നിന്നുള്ള ചിത്രം മിഷൻ ഇമ്പോസിബിൾ ദി ഫൈനൽ റെക്കനിങ് എന്ന് പറയുന്ന സിനിമ. ടോം ക്രൂസ് കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ മികച്ച പ്രതികരണങ്ങൾ തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് മാത്രം ഏകദേശം 16 ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതൊക്കെയാണ് ചിത്രം മികച്ച ഒരു വിജയത്തോട്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു പടക്കളം എന്ന് പറയുന്ന ചിത്രം. സുരാജ് വെഞ്ഞാറമൂട്, ഷറഫുദ്ദീൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം മികച്ച വിജയം തന്നെയാണ് കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. സുരാജ് വെഞ്ഞാറമൂട്, ഷറഫുദ്ദീൻ, സന്ദീപ് പ്രദീപ് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രയ്ക്ക് മനു സ്വരാജ് അണിയിച്ചൊരുക്കിയ ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് മാത്രം ഏകദേശം 60 ലക്ഷം രൂപയോളം ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നൊക്കെയാണ് ചിത്രം വലിയൊരു വിജയത്തോടെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ദിലീപേട്ടൻ കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം. എന്നൊക്കെയാണ് ഈ ഒരു വർഷത്തെ വിജയ ചിത്രമായിട്ട് ചിത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചിത്രത്തെ തുടർച്ചയായിട്ടുള്ള 12ാം ദിവസമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ 68 ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ദിലീപേട്ടൻ, ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ബിന്ദു സ്റ്റീഫനാണ് ഈ ഒരു സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 18 കോടി പിന്നിട്ട ചിത്രം വലിയൊരു ബോക്സ് ഓഫീസ് വിജയമായിട്ട് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ നമ്പർ 1 ആയിട്ട് തുടരുന്ന ലാലേട്ടൻ ചിത്രം തുടരും എന്ന് പറയുന്ന സിനിമയാണ്. 5ാം വാരത്തിലോട്ട് കടന്ന ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള 26ാം ദിവസമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 1 കോടി 6 ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ, ശോഭന തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി തരുൺ മൂർത്തിയായിരുന്നു ഈ ഒരു സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നത്. എന്നൊക്കെയാണ് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസായിട്ട് 225 കോടിയിലോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിന് വരും ദിവസങ്ങളിൽ വിജയം ആവർത്തിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ആഴ്ച നിരവധി ചിത്രങ്ങൾ തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നതുകൊണ്ട് തന്നെ ചിത്രം വലിയൊരു വിജയമായിട്ട് മാറുമോ പരാജയമായിട്ട് മാറുമെന്ന് നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം കമന്റ് ബോക്സിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ്